ഈ ഗോൾഡ് മാഫിയ നമുക്ക് ഒരു 30,000 കോടി രൂപയെങ്കിലും ഗോൾഡിന്റെ നികുതിയായിട്ട് ഖജനാവിൽ എത്തേണ്ട സ്ഥാനത്ത് 500 കോടിയിൽ താഴെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഴുവനും കള്ളക്കണക്കിലാണ് വിറ്റുപോകുന്നത്. അതായത് നികുതി അടയ്ക്കാതെ 3% നികുതിയിലാണ് ജി എസ് ടിയിലാണ് സ്വർണ്ണാഭരണങ്ങളെ നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നല്ലേ 3% നികുതിയിൽ നിജപ്പെടുത്തിയത്? കാരണം ഇന്ത്യക്ക് കിട്ടുന്ന വിദേശ നാണ്യത്തിന്റെ, അതായത് എക്സ്പോർട്ടിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 19-20% എല്ലാ വർഷവും കിട്ടുന്ന സ്വർണ്ണ വജ്രാഭരണ കയറ്റുമതികളിലൂടെയാണ്. അതുകൊണ്ടാണ് അൺകട്ട് ഡയമണ്ടിന് 0.25% GST ഉള്ളൂ. കാരണം ആ മേഖലയിൽ ഒരുപാട് പേര്, പ്രത്യേകിച്ച് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിലല്ല, ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ അവിടെയാണ് അൺകട്ട് ഡയമണ്ട്സിന്റെ ജോലി കൂടുതലുള്ളത്. പിന്നെ അതുപോലെ സ്വർണ്ണ വജ്രാഭരണ മേഖല, അതിലും ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ട്. വലിയ എക്സ്പോർട്ട് ഏണിംഗ്, നമ്മുടെ എക്സ്പോർട്ട് ഏണിങ്ങിന്റെ 20% വരുന്നത് സ്വർണ്ണാഭരണ എക്സ്പോർട്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് സ്വർണ്ണാഭരണത്തെ 3% GSTയിൽ നിജപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, അതിനു മുകളിലാണ് നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾക്കുള്ള, അതായത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കുള്ള, നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള GST 5% തുടങ്ങിയാണ് GST. 5, 12, 18, 28 ഇങ്ങനെയാണ് GST പോകുന്നത്. അപ്പൊ അതിലും താഴ്ത്തി വെച്ചിരിക്കുന്ന സ്വർണ്ണ നികുതി 3% ആയിട്ട് പോലും സ്വർണത്തിന്റെ വില ബാണം പോലെ കുതിച്ചു കയറി. അങ്ങനെ നിൽക്കുമ്പോൾ പോലും സ്വർണ്ണ വജ്ര വ്യാപാരികൾ ഗവൺമെന്റിനെ വഞ്ചിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ സ്പോൺസർഷിപ്പ് ഒക്കെ കളക്ട് ചെയ്ത് ആരുടെ അടുത്തു നിന്നാണ്? ഇതുപോലെയുള്ള സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന്, ആമസോണിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒക്കെയാണ് ഈ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വലിയ വൻകിട വ്യാപാരികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും ഒക്കെ ഇങ്ങനെ ഈ സ്പോൺസർഷിപ്പ് ഒക്കെ കളക്ട് ചെയ്ത് ഗവൺമെന്റ് ആരുടെ അക്കൗണ്ടിലേക്കായിട്ടത്? ഖജനാവിലേക്കല്ല കേട്ടോ, പോയത് എവിടേക്കാണെന്നറിയാമോ? PRDയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പൊ PRDയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്ന ഈ സ്പോൺസർഷിപ്പ് പണം അതെന്തായിരിക്കും ചെയ്യുക? എന്തോ ചെയ്തു കൊള്ളട്ടെ, എന്തായാലും പൊതുജനം അറിയാനല്ലല്ലോ അത് PRDയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത്. അത് ഇലക്ഷൻ ചെലവിന് വേണ്ടിയും മറ്റു ചെലവുകൾക്ക് വേണ്ടിയും പലരുടെയും പോക്കറ്റിൽ പോകാൻ വേണ്ടിയും ഒക്കെയാണ്. പോകട്ടെ. അപ്പോൾ അങ്ങനെ ഖജനാവിലേക്ക് നമ്മൾ നമ്മളാണ് എന്ത് വാങ്ങിയാലും അതിനൊക്കെ GST കൊടുക്കുന്നു. ആ GSTയും ഖജനാവിൽ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും വലിയ അളവ് വരെ എത്തുന്നില്ല. കാരണം GST രജിസ്ട്രേഷൻ എടുക്കാത്ത വ്യാപാരി വ്യവസായികളാണ് കേരളത്തിൽ വളരെ കൂടുതലും. 20 ലക്ഷത്തോളം വ്യാപാരി വ്യവസായികൾ ഉള്ളതിൽ ഒരു 20% മാത്രമേ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ, അതായത് വിഭവ സമാഹരണത്തിന് വേണ്ട വഴികളൊന്നും തേടുന്നില്ല ഗവൺമെന്റ്. ഈ രജിസ്ട്രേഷൻ എടുക്കാത്തവരെ കൊണ്ട് രജിസ്ട്രേഷൻ എടുപ്പിക്കാൻ, അവരെ എന്തു പറഞ്ഞ രജിസ്ട്രേഷൻ എടുക്കാത്ത? GSTയിൽ രജിസ്ട്രേഷൻ എടുക്കത്തക്ക രീതിയിലുള്ള വിറ്റുവരവ് നമുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കാത്തത്. അപ്പൊ നമ്മൾ കേരള സംസ്ഥാനത്തെ പറ്റി ഓർക്കണം. ഉപഭോക്തൃ സംസ്ഥാനം എന്ന രീതിയിൽ 1ാം റാങ്ക് ആണ് കേരളത്തിനുള്ളത്. അതേ സമയത്ത് ഇൻഡയറക്റ്റ് ടാക്സ് കളക്ഷനിൽ, അതായത് GST ആയിട്ടും GST അല്ലാതെയുമുള്ള പരോക്ഷ നികുതി പിരിക്കുന്ന കാര്യത്തിൽ 7ാം സ്ഥാനത്താണ് സംസ്ഥാനം നിൽക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ തോതിൽ നികുതി വെട്ടീര് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ നികുതി വെട്ടീര് ഒരു അറുതി വരുത്തി അല്ലെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും കുറച്ച് നികുതി സമാഹരണം നടത്താൻ ഗവൺമെന്റിന് കഴിയില്ലേ? തീർച്ചയായിട്ടും ഗവൺമെന്റിന് കഴിയും. അതിനു വേണ്ടിയാണല്ലോ ഈ പറയപ്പെട്ട VACB, എന്താണ്, അതായത് ഈ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, അതിനെയാണ് VACB എന്ന് പറഞ്ഞത്. അപ്പൊ ഈ VACBക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ GSTയിൽ തന്നെ ഒരു നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റി, അതുപോലെ VACB, ഇവർക്കൊക്കെ എന്താണ് ജോലി? ഇവര് മിന്നൽ പരിശോധന നടത്തണം കടകളിൽ, അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളിലും. അങ്ങനെ മിന്നൽ പരിശോധന നടത്തുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ വിറ്റുവരവ് എത്ര എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ വിറ്റുവരവ് ചില അഡ്ജസ്റ്റ്മെന്റുകളോട് കൂടിയിട്ട് മൊത്തം വിറ്റുവരവ് എത്ര എന്ന് കണ്ടെത്തുകയും അങ്ങനെ GST രജിസ്ട്രേഷന് അർഹതപ്പെട്ടവരാണോ ആണെങ്കിൽ അവരെ അടിച്ച് GST രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴാണ് GST വരുമാനം വർദ്ധിക്കുക. അതുപോലെ പരോക്ഷ നികുതി വരുമാനം വർദ്ധിക്കുക. പകരം ഈ VACB വെറുതെ ഇരിക്കുക,
നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റിംഗ് ബ്യൂറോ വെറുതെ ഇരിക്കുക, അവരവരുടെ ജോലി ചെയ്യുന്നില്ല. അതുകൊണ്ട് GST രജിസ്ട്രേഷൻ എടുക്കാൻ അർഹതപ്പെട്ടവർ പോലും എടുക്കുന്നില്ല. അപ്പൊ നമ്മളൊക്കെ GST കൊടുക്കുന്നു, അതൊക്കെ അവരവരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നു, ഗവൺമെന്റ് ഖജനാവിൽ എത്തുന്നില്ല. അതാണ് നികുതി സമാഹരണത്തിലെ ശോഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിക്കാരൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണയാണ്. പക്ഷേ ഒരു കമ്മിറ്റിക്കും പുല്ല് വില കൊടുക്കുന്നില്ല ഗവൺമെന്റ് സ്വന്തം രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിലോ LDF ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോൾ പ്ലാനിംഗ് ബോർഡിലെ ഉദ്യോഗസ്ഥർ പറയും, പ്ലാനിംഗ് ബോർഡ് അപ്പോൾ ഭരിക്കുന്നത് ഈ സഖാക്കളാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അവരും പറയും സഖാക്കളാണ് ഭരിക്കുന്നത് എന്ന്. അപ്പൊ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെറുതെ ഇരുന്നാൽ പോരെ? അതായത് വെറുതെ ഇരുന്നാലും സഖാക്കൾ പറയുന്നത് കേട്ട് അവർ പറയുന്നത് പോലെ ചെയ്താൽ മതി. അങ്ങനെയാണ് ഇവിടെ ഈ ഭരണം ഇത്ര കണ്ട് തരം താഴുന്നതും ഇത്ര കണ്ട് കാര്യക്ഷമത നഷ്ടപ്പെടുന്നതും. അതുകൊണ്ടാണ് ഈ LDF ഗവൺമെന്റ് എപ്പോഴൊക്കെ ഭരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ GSDP സഞ്ചിത കട റേഷ്യോ 30% മുകളിലാണ്. എപ്പോഴൊക്കെ UDF ഗവൺമെന്റ് ഭരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ GSDP സഞ്ചിത കട റേഷ്യോ 29 താഴെയാണ്. അത് 29 താഴെ നിർത്തണമെന്നാണ് FRBM ലോ ആവശ്യപ്പെടുന്നത്.